മണിക്കൂറുകൾ പിന്നിടുകയാണ്. എവിടെയാണ് ഈ ചോദ്യം ചെയ്യലെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതിനോടകം നമുക്ക് ലഭ്യമായോ? അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അതെവിടെയാണെന്ന് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തതയില്ല. വളരെ ഇതിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ അതിന്റെ ഒരു രഹസ്യാത്മക സ്വഭാവത്തോടു കൂടി തന്നെയാണ് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു, ഈ അന്വേഷണ വിവരങ്ങൾ ഒരിക്കലും പുറത്തു പോകരുതെന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് അന്വേഷണം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ തെളിവെടുപ്പും മറ്റ് രേഖകളൊക്കെ പരിശോധനകളൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇതിന്റെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക. പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ വിശദമായി തന്നെ അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടതുണ്ട്. കാരണം കൃത്യമായി ചോദ്യാവലി തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് അങ്ങനെ തയ്യാറാക്കിയിട്ടാണ് ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും തിരിച്ച് കൗണ്ടറായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള രേഖകളും ഉൾപ്പെടെ അത്തരം രേഖകളൊക്കെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും എത്തി ഈ സംഘം തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, ചെന്നൈയിലെത്തി 2 ദിവസം പരിശോധന നടത്തി ഹൈദരാബാദിലേക്കും അന്വേഷണം വ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ കൃത്യത വരേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം അതിൽ ബാക്കി വന്നത് എന്തു ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണം ചെമ്പാക്കി ഉത്തരവ് ഇറങ്ങിയ സമയം പോലുണ്ട്. ആ ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥർ മുതൽ അങ്ങനെ 9 പേരെയാണ് ഇതിൽ പ്രതിയേർക്കപ്പെട്ടുള്ളത്. അത് ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് എങ്ങനെയാണ്, ആരിൽ നിന്നൊക്കെ ഏത് തരത്തിലുള്ള സഹായമാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണം കൊണ്ടുപോയി ഉരുക്കിയ സ്മാർട്ട് ക്രിയേഷൻസ്, ആ സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം പറഞ്ഞിരുന്നത് അത് എത്തിച്ച ചെമ്പാണെന്നാണ്. പിന്നീട് അവർക്ക് അത് സ്വർണം ഉണ്ടായിരുന്നു സമ്മതിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ അതിലുണ്ടായിരുന്ന റോൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി ഇതിൻ്റെ സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ച ചില അവ്യക്തതകൾ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം UB ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നായി 1464 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അത് ഉരുക്കിയപ്പോൾ 577 ഗ്രാം മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻസ് കിട്ടിയെന്നാണ് പറയുന്നത്. ബാക്കി വന്ന 477 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷ് എന്നയാൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായി പുറത്തു വരത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. നമുക്ക് ഈ ഘട്ടത്തിൽ ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഒരുപക്ഷെ തുടർ ചോദ്യം ചെയ്യലിന് ശേഷം ആകാം ചോദ്യം ചെയ്യൽ അതിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ ഇനി അടുത്തത് ചോദ്യമുന്നിലേക്ക് വരുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. 9 ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുള്ളത്. മുരാരി ബാബുവിൽ തുടങ്ങിയാണ്. മുരാരി ബാബുവാണ് ഇത് സ്വർണമെന്നത് ചെമ്പാക്കി മാറ്റിയ ഉത്തരവ് തയ്യാറാക്കുന്നത്. അതിനുശേഷം അതിൽ തിരുത്തൽ വരുത്തി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനിക്കുന്നത് ജയശ്രീയാണ്. അതോടൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു ഉണ്ട്. ഈ ബൈജു ആണ് ഇത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത തിരുവാഭരണ കമ്മീഷണറായിട്ട് വന്നത് രാധാകൃഷ്ണനാണ്. ആ രാധാകൃഷ്ണൻ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തി ഇതിൻ്റെ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ തൂക്കക്കുറവ് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് തെളിയിക്കുന്നതായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ SITയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് SIT നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി സനൂപ്, നമുക്കറിയാം ആറാഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ 10ാമത്തെ ദിവസമാണ് പോറ്റിയുടെ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇനിയുള്ള തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഏത് രീതിയിൽ ആയിരിക്കും? കാരണം നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിർണായകമായിട്ടുള്ള ഘട്ടം ഇപ്പോൾ എത്തി നിൽക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഒരുപക്ഷെ ചോദ്യം ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ മറ്റ് തടസ്സമൊന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെയില്ല. പക്ഷേ അറസ്റ്റിലേക്ക് ഇന്ന് തന്നെ നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഈ വിവരശേഖരണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകണോ വേണ്ടയോ എന്ന് എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ.
നിലവിൽ എന്തായാലും അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ അന്വേഷണവുമായിട്ട് സഹകരിച്ച് പോകുന്നുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോവാനോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് കടക്കാനോ ഉള്ള ശ്രമമൊന്നും തന്നെ നടത്തിയിട്ടുമില്ല. അതുമാത്രമല്ല മുൻകൂർ ജാമ്യം തേടി കീഴ്ക്കോടതിയിൽ സമീപിച്ചിട്ടുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ജാമ്യാപേക്ഷയുമായിട്ട് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് കിട്ടാൻ പോകുന്നില്ല. കീഴ്ക്കോടതി തള്ളി ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് ചെന്നാൽ പോലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണമായതിനാൽ തന്നെ ഹൈക്കോടതി ഒരു കാരണവശാലും ഈ മുൻകൂർ ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കുറവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അന്വേഷണമായിട്ട് സഹകരിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ എത്ര നേരം നീളുമെന്നോ അതിപ്പോൾ അവസാനിക്കുമെന്നോ നിലവിലെ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുമാത്രമല്ല വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് പോലും. എവിടെയാണ് ഈ കൃത്യമായിട്ടുള്ള രഹസ്യ കേന്ദ്രം എന്ന് പോലും വ്യക്തതയില്ല. പക്ഷേ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഒരു വശത്ത് നടക്കുമ്പോൾ ഈ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ മറ്റു പ്രതികളിലേക്ക് ഇനി ചോദ്യം ചെയ്യൽ പോകൂ എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയേണ്ടത് ഈ പറയുന്ന തുണ്ടി മുതലായിട്ടുള്ള സ്വർണം അത് എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്, ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് എന്ത് ചെയ്തു, ആ വിവരങ്ങളെല്ലാം തന്നെ വേണം. ഇത് കൊണ്ടുപോയ വഴികളിലൂടെ എല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിന് പുറത്തേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം SIT ടീം പോവുകയും ഈ പലയിടത്തായിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരായിട്ടും മറ്റുമൊക്കെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധനയും മറ്റുമൊക്കെ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്നത് സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ്. അവിടെ എത്തി പക്ഷേ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ആ രേഖകളെല്ലാം ഈ കൈവശമില്ല, അത് തീപിടിച്ച് നശിച്ചുപോയി എന്നുള്ള ഒരു വാദമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും സ്മാർട്ട് ക്രിയേഷൻസിനെ കൂടി ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയും മുമ്പിലുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഈ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ അറിയണമെന്നുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പറയുന്ന പോലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കായാലും അതിനുശേഷം ഉദ്യോഗസ്ഥരിലേക്കായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളിലേക്കായിട്ടൊക്കെ പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ. നിലവിൽ അവരുടെ കൈവശമുള്ളത് ഈ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കേന്ദ്രീകരിച്ച് പരമാവധി വിവരങ്ങളൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട്. ഈ കേരളത്തിന് പുറത്തു പോയി ശേഖരിച്ചതല്ലാതെ തന്നെ ദേവസ്വം ആസ്ഥാനത്തെത്തിയും ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ കണ്ട് വേണ്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്നുണ്ടാവുമോ ഇല്ലയോ എന്നതാണ് പ്രധാനമായിട്ടും ഇന്ന് അറിയേണ്ടത്. RB സനൂപും സുജോ വിജോണുമാണ് വിവരങ്ങൾ നൽകിയത്.